നാളത്തെ നമ്മുടെ ചായക്കടി വെള്ളപ്പാണ്. അതിനുള്ള മാവ് ആട്ടി വെക്കുകയാണ്. തലേന്ന് തന്നെ മാവ് ആട്ടി വെക്കുകയാണ്. ആവശ്യത്തിനുള്ള പച്ചരി, പിന്നെ കുറച്ച് ചോറ്, തേങ്ങ, ഈസ്റ്റ്, പഞ്ചസാര, കുറച്ച് ഉപ്പ്, തേങ്ങാ വെള്ളം, പിന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ലോണം അരച്ചെടുക്കാം. അങ്ങനെ മാവൊക്കെ നല്ലോണം ആട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു തവി വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല പുളിച്ച് പതഞ്ഞ് പൊന്തി വരും കേട്ടോ. എൻ്റെ മാവൊക്കെ നല്ലോണം പതഞ്ഞ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ നമ്മൾ അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കുകയാണ്. കണ്ട നല്ല ഹോളൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അപ്പം കിട്ടുന്നുണ്ട്. നടുഭാഗം നല്ല സോഫ്റ്റും അതേപോലെ അരികുഭാഗം നല്ല ക്രിസ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ അപ്പങ്ങളൊക്കെ ഓരോന്നായി ചുട്ടെടുത്ത് കാസറോളിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മൾ മുട്ടക്കറി കണ്ട വെക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയാണ്. അതിന് വേണ്ടി ഞാൻ 2 ഉള്ളിയൊക്കെ ചോപ്പറിലിട്ട് നല്ലോണം ചോപ്പ് ചെയ്തെടുത്ത് ഒരു തക്കാളിയും 2 പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ച് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് സ്പൈസസും ഇട്ട് നമ്മൾ നന്നാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി ഇട്ട് വാട്ടുകയാണ്. വാടി വന്നപ്പോൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് അതും നല്ലോണം പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുത്ത് ശേഷം മുട്ട ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടാണ് ഇടുന്നത്. മുട്ടയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ വിതറിയപ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാതിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കൂടെ ചായ കുടിക്കാൻ അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. അമ്മ ഇന്നലെ വന്നതാണ്. അങ്ങനെ ഞാനും പൊന്നൂസും അമ്മയും കൂടെയാണ് കേട്ടോ ചായ കുടിക്കാതിരിക്കുന്നത്. നമ്മളെ ഹർഷക്കുട്ട എഴുന്നേറ്റിട്ടില്ല. വീഡിയോസ് ഇഷ്ടമാകണം തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.